നീ എന്തിനാ മാധവ നിന്ന് കരയുന്നത്? എന്തിനാ കരയുന്നതെന്ന് നിന്ന് മൂങ്ങ കാര്യം പറ. ഈ തറവാടിന്റെ പേരെന്താണ്? ഇല്ലിക്ക് തറവാട് ആണല്ല. ഞാൻ പോണ്. മാധവ, മുതലാളി ഇവിടുത്തെ ആരാ? ഇല്ലിക്കൽ തറവാട്ടിലെ മുതലാളി. ഈ തറവാടിന് ഒരു ചീത്തപ്പേരുണ്ടാവുന്ന കാര്യം ഓർക്കുമ്പോൾ എന്നെ ചങ്ക പൊട്ടിയാണ് മുതലാളി. നീ കാര്യം പറ മാധവ. ഇല്ല മുതലാളി, ഇല്ല. മാധവ, എന്നാ പറയാം മുതലാളി, പറയാം. ദൈവം പോലും അറിയാതെ ഒരു കുഞ്ഞിനെ പ്രസവിച്ച പിഴച്ച പെണ്ണാണ് സുമതി. ഇതാണോ കാര്യം? ഇതാണോ കാര്യമെന്നാ മുതലാളി? കൊച്ചു മുതലാളി ഇപ്പൊ എപ്പോ നോക്കിയാലും അവിടെ തന്നെയാണ്. അനാവശ്യം പറയുന്നു മുതലാളി. ഇത് മാധവൻ കണ്ണുകൊണ്ട് കണ്ടതാണ് മുതലാളി. ഈ തറവാടിനാണ് സത്യം, മുതലാളിയാണ് സത്യം, എന്തിന് കൊച്ചു മുതലാളിയാണ് സത്യം. മാധവൻ പറയാനുള്ളത് പറഞ്ഞു. ഇതെന്ത് കൂത്ത? അല്ല, നിന്റെ ശരീരത്തിൽ തുണിയുണ്ടോന്ന് ഞാൻ തപ്പി നോക്കുകയായിരുന്നു. സർപ്പയജ്ഞക്കാരുടെ കണ്ണാടി കൂടിനേക്കാൾ കഷ്ടമാണല്ലോടി സാവിത്രി നിന്റെ ഈ ബ്ലൗസ്. പിന്നെ ഞാൻ ചമഞ്ഞൊരുങ്ങി നടക്കുന്നത് കൊണ്ടുള്ള അസൂയ അല്ലേ? ഞാൻ അസൂയുള്ളവനായിരുന്നെങ്കിൽ ഇപ്പോൾ സെൻട്രൽ ജയിലിലായിരുന്നേനെ, കൊലക്കുറ്റത്തിന്. നിങ്ങളുടെ വേദാന്തം എനിക്ക് കേൾക്കണ്ട. ഞാൻ പാലി വെള്ളം ചേർക്കുന്നു, നീ ജീവിതത്തിലും സമാസമം. വാസുവേട്ടൻ എവിടെ പോയിരുന്നു? മുതലാളി വിളിപ്പിച്ചിരുന്നു. എന്തിന്? മുതലാളിയുടെ അഭിപ്രായം ഞാൻ നിന്നെ കല്യാണം കഴിക്കണമെന്നാണ്. എന്നിട്ട് വാസുവേട്ടൻ എന്ത് പറഞ്ഞു? കൊച്ചു മുതലാളിയുടെ മുമ്പ് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അയ്യോ, വാസു, വാസു. വാസുവേട്ടൻ വെളിയിൽ പോയിരിക്കുക. എന്നാ ഞാൻ നീ എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല ഗോപാലേട്ട. അത് ചുമ്മാതാ, നിന്റെ മുഖം കണ്ടാലറിയാം. നിന്റെ സങ്കടമൊക്കെ ഞാൻ മാറ്റിത്തരാം. ഇവിടെ ഒന്നിരിക്കും, ഞാനൊരു തമാശ പറയാം. തമാശ പറഞ്ഞാൽ സങ്കടം മാറുമോ? എനിക്കങ്ങനെയാ. ചങ്ക് പൊട്ടാൻ നേരത്ത് ഞാൻ എന്തെങ്കിലും തമാശ ഓർക്കും, എന്നിട്ട് പൊട്ടി പൊട്ടിച്ചിരിക്കും. നീ എന്തിനാ ഊട്ടി വിഷമിക്കുന്നേ? വാസു നല്ലവനാണ്, അവൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കൊള്ളും. എന്തോന്ന് പക്ഷേ, നല്ലത് നല്ലതിനോട് ചേർന്നാൽ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. അല്ലെങ്കിൽ എന്നെ പോലെ ആയിപ്പോവും. ഒരു മഠയനാകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിന്റെ അമ്മാവനും തുളസിയും മറ്റന്നാൾ ഇവിടെ വരും. ഒന്നുകിൽ ഞാൻ ഈ വിവാഹം ഉറപ്പിക്കും, അല്ലെങ്കിൽ
ഗോപാല, നീ എന്തിനാ കരയുന്ന? എന്തു പറ്റിയെന്ന് പറ. വാസുവിന് സ്വന്തമായ വയലിൽ അന്യനൊരുത്തൻ ബലാത്കാരമായി കൃഷി ചെയ്താൽ വാസു എന്ത് ചെയ്യും? അടിച്ചാണ്ട് കരണം വിട്ടു പറ്റി. എനിക്ക് അതിന് പോലും സാധിക്കുന്നില്ലല്ലോ വാസു. സുമതി, സുമതി, നീ ജോലിക്ക് വരുന്നില്ലേ? ഇല്ല. എന്ത് പറ്റി? എനിക്ക് നല്ല സുഖമില്ല. നീ പൊയ്ക്കോ. എന്നാൽ ഞാൻ പോട്ടെ.